നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ പുണർദം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് കർക്കിടകക്കൂറിലുമാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 12-ൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും പരിപൂർണമായിട്ടും ദൈവാധീനം വർദ്ധിച്ചിട്ടില്ല. കാരണം ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ഇപ്പോൾ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത്. എന്നാലും 12-ൽ നിന്നിരുന്നതിനേക്കാൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വ്യാഴം നൽകും. കാരണം എന്നാൽ കർമാധിപതിയും നിവൃത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം 12-ൽ നിന്നും ജന്മത്തിലേക്ക് വന്നപ്പം കർമ്മസംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കലും നമ്മളിലേക്ക് വരുന്ന ഗുണഫലങ്ങൾ അനുഭവവേദ്യമാകാനും യോഗമുള്ള സമയമാണ്. 12-ാം ഭാവത്തിൽ സധനു അന്ത്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ്. അപ്പം ഭാഗ്യം കൊണ്ട് കർമ്മത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. കർമാധിപതി നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. ജലജലഭക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം വിദേശത്ത് വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് കാണുന്നത്. നിപുണായോഗമുണ്ട്. അത് കാരണം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ലഗ്നാധിപതിനെ രക്ഷാസ്ഥാനത്തേക്ക് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. എന്നാൽ പോലും എടുത്തയാടിയുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ലഗ്നാധിപതി സൂര്യനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഷോട്ടമ്പേഡ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. പെട്ടെന്ന് ചൂടാകുക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് വളരെ ആലോചിച്ച് സംസാരിക്കാനും മറ്റുള്ളവരോട് ദേഷ്യത്തിൽ സംസാരിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് 3-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഘടകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തിട്ടാണ്. 2 പാപഗ്രഹങ്ങൾ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സഹായിക്കേണ്ട വ്യക്തികൾക്ക് സഹായിക്കാനായിട്ട് തോന്നില്ല. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭാഗ്യസ്ഥാനത്ത് അമൃതപക്ഷഖണ്ഡകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന നേരം ഭാഗ്യത്തിന് കുറച്ച് ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാൻ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. 7-ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴ സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന നേരം ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 5-ാം ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ പോലും 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ അകന്ന് നിൽക്കാനിട വരിക, ജോലിയുമായിട്ടും വിദ്യാഭ്യാസമായിട്ട് അകന്ന് നിൽക്കുന്നത് കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ചെറിയ ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ശത്രുക്കളാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ മാനസികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഉണ്ടാകാനോ സാധ്യതയുള്ളത് കാരണം കൊണ്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മുതിർന്നവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ എടുത്തിയാടി സംസാരിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുറച്ച് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്ക അനുഭവപ്പെടാനുള്ളൊരു യോഗമുണ്ട്. കാരണം 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് അഗ്നികാരകനായിരിക്കുന്ന സൂര്യനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് സ്വപൂർവ്വനിചിത ദ്രവ്യക്ഷയോ വക്തരരുക്കുന്നത് നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും സാമ്പത്തിക ഞെരുക്ക അനുഭവപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യാഴപ്പഴവും കൂടിയുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത അർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനൊക്കെ യോഗമുള്ളൊരു മാസം കൂടിയായിട്ടാണ് ഈ മാസം കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.